സംസ്ഥാന പോലീസ് ഡ്യൂട്ടി മീറ്റും ദേശീയ പോലീസ് ഡ്യൂട്ടി മീറ്റും എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പം അവിടെ ഡോഗിനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഈ ഡ്യൂട്ടി മീറ്റിൽ ഡോഗിന്റെ ഒരു മത്സര രീതി എങ്ങനെയാ? മത്സര രീതികൾ എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഡോഗിന് അവിടെ 7 ഐറ്റമാണ് മത്സരിക്കാനുള്ളത്. ഒന്ന് ബേസിക് ഒബീഡിയൻസ് എന്ന് പറയും. അതായത് ഡോഗ് നമ്മുടെ ഒപ്പം തന്നെ നടക്കണം. മുന്നേ കയറി പോരുത്, പുറകെ പോരുത്, നമ്മുടെ ഒപ്പം തന്നെ ഹീൽ വാക്കുന്നതിന് പറയുക. ഹീലിൽ പരേഡ് ചെയ്യണം. ക്വിക്ക് മാർച്ച് ചെയ്യുക, സ്ലോ മാർച്ച് ചെയ്യുക, ഡബിൾ മാർച്ച് ചെയ്യുക. അത് മെന്നെങ്ങനെ പരേഡ് ചെയ്യുന്നോ അതുപോലെ തന്നെ പരേഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. പിന്നെ ഡോഗിനെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് നമ്മൾ കുറച്ച് അകലെ പോയിട്ട് ഡിസ്റ്റൻസ് കൺട്രോൾ എന്ന് പറയാം. കുറച്ച് അകലെ പോയിട്ട് ഡോഗിനോട് സിറ്റ് അപ്പ് ഡൗൺ ഒക്കെ പറയാം. അപ്പോൾ അവരതൊക്കെ ചെയ്യണം. അത് നല്ല പ്രത്യേക രീതി ചെയ്യണം. അതൊക്കെ അവർ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ ചെയ്യണം. പിന്നെ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരണം, സ്പീക്ക് ചെയ്യാൻ പറയുമ്പോൾ സ്പീക്ക് ചെയ്യണം, ഹീൽ വിളിക്കുമ്പോൾ ഹീൽ വരണം. അതൊക്കെയാണ് ആ പരേഡിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഈ ഡോഗുമായിട്ടുള്ള ഇൻറ്റിമസിയുടെ പുറത്ത് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ പഠിപ്പിച്ച് വെക്കുമല്ലോ. ചിലപ്പോൾ 2 കാലം നടക്കാൻ പഠിപ്പിക്കും, 2 കാലിൽ ഇരിക്കാൻ പഠിപ്പിക്കും, പിന്നെ ഇങ്ങനെ ക്രോസ് വാക്ക് ചെയ്യാനായിട്ട് പഠിപ്പിക്കും. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഡോഗിന് എല്ലാവരും എന്തെങ്കിലും കുറച്ച് ഐറ്റമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാം. അതൊരു 25 മാർക്കിൻ്റെ ഒരു ഐറ്റമാണ്. പിന്നെ ഒരു ഫുഡ് റെഫ്യൂസൽ എന്നും പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഫുഡ് റെഫ്യൂസൽ അത് നമുക്ക് കേരളത്തിലൊക്കെ ഇതുള്ളതാണ് കേട്ടോ, ടെസ്റ്റുകൾ ഉള്ളതാണ്. അതായത് ഹാലർമാർ കൊടുത്താൽ മാത്രമേ ഡോഗ് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. പുറത്തുനിന്നുള്ള ആൾ ഫുഡ് കൊടുത്താൽ കഴിക്കാൻ പാടില്ല. അത് നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം നമ്മൾ ശത്രുക്കളായിട്ടുള്ളവരുണ്ടെങ്കിലേ, ഇപ്പോൾ ഡോഗിനോടോ അല്ലെങ്കിൽ പോലീസിനോടോ ശത്രുതയുള്ള ആൾക്കാർ കാണും. അപ്പോൾ അവരെന്തെങ്കിലും വിഷമൊക്കെ കലർത്തി ഫുഡ് കൊടുത്തിട്ട് ഇവർ കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ശീലിപ്പിക്കുന്നതാണ് ഫുഡ് റെഫ്യൂസൽ. പുറത്തുനിന്ന് ഒരാൾ ഫുഡ് കൊടുത്താൽ അത് ഹാലർ മാത്രം കൊടുത്താലേ കഴിക്കാൻ പാടുള്ളൂ. വേറെ ആര് കൊടുത്താലും ഡോഗ് കഴിക്കരുത്. അത് നമ്മൾ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു ഈവൻ്റാണ്. അപ്പോൾ ഡോഗിനെ എല്ലാത്തിനും ഇങ്ങനെ നിർത്തിയിരുത്തിയിട്ട് ഇവരിങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവരും. ഇറച്ചി, മീൻ, മുട്ട, പാല്, പിന്നെ ലിവർ വറുത്തത്, അങ്ങനെ ഭയങ്കര സ്മെല്ലുള്ള വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഡോഗിന് ഇഷ്ടപ്പെടുന്ന ഫുഡുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടു കൊടുക്കും. നമ്മുടെ ഡോഗ് അതൊന്നും എടുക്കാൻ പാടില്ല. അത് 25 മാർക്കിൻ്റെ ഒരു ഐറ്റമാണ്. ഏതെങ്കിലും ഡോഗ് കഴിക്കുമോ? കഴിക്കുന്നവരുണ്ട്. ചില ഡോഗ് കഴിക്കും, മാഗിയൊന്നും കഴിക്കില്ല. ചിലർ കഴിക്കും. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഡോഗും ഫുഡ് എടുത്തിട്ടില്ല. അവിടെ വന്ന് വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്ന ചില ഈ ലാബൊക്കെ തീറ്റഭ്രാന്തന്മാരാ, അവരിങ്ങനെ ഫുഡ് എടുക്കാൻ വേണ്ടി നോക്കും. നമ്മുടെ ഡോഗൊന്നും കഴിച്ചിട്ടില്ല. അത് ഒരു ഈവൻ്റ്. പിന്നെയെന്ന് പറയുന്നത് പിന്നെ എല്ലാം ഇതാണ് ട്രേഡ് വർക്ക്. ട്രേഡ് വർക്ക് ഇപ്പം എക്സ്പ്ലോസീവ്, നാർക്കോട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 തരം സെർച്ച് ഉണ്ടാവും. ബിൽഡിംഗ് സെർച്ച്, വെഹിക്കിൾ സെർച്ച്, ഹ്യൂമൻ ബോഡി സെർച്ച്, ഗ്രൗണ്ട് സെർച്ച്, പിന്നെ ലഗേജ് സെർച്ച്. അങ്ങനെ 5 ടൈപ്പ് സെർച്ച് ഉണ്ടാവും. അത് 5 ഈവൻറ്റിനും ഓരോ ടൈപ്പ് മാർക്ക്. അതിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾ ഏത് ഡോഗാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആ ഡോഗിനാണ് അവിടെ സമ്മാനം കൊടുക്കുന്നത്. ഇപ്പം ട്രാക്കർ ഡോഗിനാണെങ്കിൽ അവർ ട്രാക്ക് പോകേണ്ടി വരും. സെൻറ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഐഡൻറ്റിഫിക്കേഷനും ഉണ്ട്, സീക്ക് ആൻഡ് ഫൈൻഡ് ഉണ്ട്, ഹഡിൽസ് ഉണ്ട് അവർക്ക്. ഫുഡ് റെഫ്യൂസലും പിന്നെ ബേസിക് ഒബീഡിയൻസും. ബേസിക് ഒബീഡിയൻസും ഫുഡ് റെഫ്യൂസലും മത്സരത്തിന് വരുന്ന എല്ലാ ഡോഗുകൾക്കും കോമൺ ആയിട്ടുള്ള ഇവൻ്റാണ്. ബാക്കി ട്രേഡിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ട്രാക്കൊക്കെ കിട്ടിയാൽ അവർക്ക് നല്ല മാർക്ക് കിട്ടും. ട്രാക്ക് എന്ന് വെച്ചാൽ അറിയത്തില്ലേ, കള്ളനോ അല്ലെങ്കിൽ കൊലപാതകം എന്ന് വെച്ചാൽ അയാളുടെ സെൻറ്റുള്ള ഒരു 4-5 ആർട്ടിക്കിൾ ടവലോ അല്ലെങ്കിൽ പേഴ്സോ എന്തെങ്കിലും സാധനം ഇങ്ങനെ അയാൾ പോണ വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് അയാൾ കുറേ ദൂരം നടന്നു പോകും. എന്നിട്ട് ഡോഗ് ഈ സ്മെല്ല് എടുത്തിട്ട് അയാളെ പോയി കണ്ടുപിടിക്കണം. ഇതാണ് ഒരു അത് നമ്മുടെ റിയൽ സീനിൽ നമ്മൾ ചെയ്യുന്നതാണ്. കുറ്റാന്വേഷണത്തിന് പോകുമ്പോൾ ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. അതവിടെ മത്സരത്തിന് വേണ്ടി ചെയ്യുന്നുള്ളൂ. അതപ്പോൾ ഡോഗ് അയാൾ ഉപേക്ഷിച്ചിട്ട് പോയി എന്ത് സാധനം വെച്ചാൽ അതെല്ലാം കറക്റ്റ് എടുത്ത് ആളെ പിടിച്ച് ജഡ്ജിൻ്റെ മുമ്പിൽ വന്നാൽ അവർക്ക് ഫുൾ മാർക്ക് കിട്ടും. അതല്ലെങ്കിൽ ആർട്ടിക്കിൾ കുറയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ മാർക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ഇവന്റ് നടത്തും. മാഗി 2 തവണ ഫസ്റ്റ് നേടിയിട്ടുണ്ട് അല്ലേ? മാഗി 2 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റ് വന്നു. 2023-ലും 2024-ലും സ്റ്റേറ്റിൽ ഫസ്റ്റ്, എക്സ്പ്ലോസീവ് ഫസ്റ്റാണ്. 2 തവണ വന്നു. അങ്ങനെ ആ ബേസിലാണ് നമ്മൾ ഓൾ ഇന്ത്യ പോയത്. കഴിഞ്ഞ വർഷം നമ്മൾ ലക്നൌവിൽ പോയി, ഇപ്രാവശ്യം ജാർഖണ്ഡിൽ പോയി, റാഞ്ചിയിൽ ഇപ്പോൾ ഫെബ്രുവരി 10-15 മത്സരം. അത് കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2 മീറ്റിലും സംസ്ഥാന ആയാലും ദേശീയ മീറ്റായാലും ഒരേ രീതി തന്നെയാണോ മത്സരങ്ങൾക്കൊക്കെ? മത്സരങ്ങൾക്കൊക്കെ രീതി ഒരുപോലെയാണ്. പിന്നെ നമ്മളിവിടെ കുറച്ചും കൂടി കറക്റ്റ് റൂൾ അനുസരിച്ച് ചെയ്യും. ഇപ്പം ഓൾ ഇന്ത്യയിലൊക്കെ പോയി കഴിയുമ്പം കുറച്ചൊരു റൂളിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ ഹ്യൂമൻ ബോഡി നമ്മൾ പഠിപ്പിച്ചു വെച്ചത് മാക്സിമം ഒരു 30 പേരെ വരെ സെർച്ച് ചെയ്യാനേ നമ്മൾ ഡോഗിനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ചെന്നപ്പോൾ 50 പേരെ സെർച്ച് ചെയ്യണമായിരുന്നു. 50 പേര് 5 മിനിറ്റ്. അപ്പോൾ നമുക്കത് വശമില്ലാത്ത സംഭവമാണല്ലോ. പക്ഷെ നമ്മുടെ ഡോഗ് ചെയ്തു, എന്നാലും നമുക്ക് അത് റൂളിലും പറയാത്തൊരു കാര്യമാണ്. അത് APDMൻ്റെ
റൂളിൽ പറയാത്തൊരു കാര്യമാണ്. ഈ 50 ആളെ 5 മിനിറ്റ് കൊണ്ട് സെർച്ച് ചെയ്യാന്നുള്ളത് നമുക്ക് റൂളിൽ പറയാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ ചില വ്യത്യാസങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഡോഗിന് ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് മെഡൽ മേടിക്കാൻ വന്നതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ പിന്നെ ബിൽഡിംഗ് സെർച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ സമയക്കുറവ്. ശരിക്കും റൂള് പ്രകാരം 2 റൂം അല്ലെങ്കിൽ 3 റൂമൊക്കെ തരാൻ പാടുള്ളൂ. 10 മിനിറ്റ് സമയവും തരണം. ഇത് ഒരു ക്വാർട്ടേഴ്സ് തന്നെയാണ് ഞങ്ങൾക്ക് തന്നത്. 6 റൂമും പിന്നെ അതിൻ്റെ ടോയ്ലറ്റ് അങ്ങനത്തെ ഉള്ള സംഭവമൊക്കെ 5 മിനിറ്റ്. 6 മുറിയും ഈ ടോയ്ലറ്റും ഏരിയയും ഒക്കെ സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് ആകെ 5 മിനിറ്റാണ് തരുന്നത്. അത് നമ്മളത് അർദ്ധരാത്രിക്ക് പോയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഭയങ്കര തണുപ്പും. അപ്പോൾ നമുക്കത് ഭയങ്കര ഇതാണ്. നമ്മുടെ സമയവും കാലാവസ്ഥയൊക്കെ നമ്മുടെ ഡോഗിനത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സംഭവങ്ങൾ. പക്ഷെ നമ്മൾ ചെയ്ത് നമ്മൾ അത്യാവശ്യം മോശമില്ലാത്ത മാർക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. മെഡൽ വാങ്ങാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇനിയും ട്രൈ ചെയ്യും. ഇപ്പം ദേശീയ മീറ്റിൽ മാഗി അല്ലാതെ വേറെ ഏതെങ്കിലും ഡോഗ് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. വേറെ നമ്മൾ ഇവിടുന്ന് 9 ഡോഗാണ് മൊത്തം പോയത്. എക്സ്പ്ലോസീവിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ഡയാന എന്ന് പറഞ്ഞ ഡോഗ് മത്സരിച്ചു. ഒരു ട്രേഡിൽ 2 ഡോഗിന് മത്സരിക്കാൻ ഇറങ്ങാം, 1 ഡോഗ് റിസർവ്. അങ്ങനെ നമ്മൾ 3 ട്രേഡിൽ 9 ഡോഗ് പോയി. 6 ഡോഗ് മത്സരിക്കാൻ ഇറങ്ങി, 3 ഡോഗ് റിസർവ് ആയിട്ട് നിന്നു. സ്റ്റേറ്റ് മീറ്റിൽ 1, 2, 3 സാധനം കിട്ടിയെന്ന് പറഞ്ഞ് അവരെ തന്നെ ഇറക്കണമെന്നില്ല. ഇവിടെ വന്ന് നമുക്ക് പ്രാക്ടീസ് തരും. 4-5 മാസത്തോളം പ്രാക്ടീസ് ഉണ്ടാവും. അതിൽ എല്ലാ മാസവും ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ ടെസ്റ്റിലും നമ്മൾ മികവ് പുലർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ സ്റ്റേറ്റ് മീറ്റിൽ ഫസ്റ്റ് വന്ന് എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഡോഗ് വർക്കിൽ താഴെ പോയാലും നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. അത് ഇവിടുന്ന് തീരുമാനിക്കും. ഇവിടെ നമ്മൾ ടെസ്റ്റ് എടുത്ത് നമ്മൾ പോണതിന് മുമ്പായിട്ട് പുറത്തുനിന്ന് ഒരു ബോർഡിനെ വിളിച്ചിട്ട് ടെസ്റ്റ് എടുത്തു. എന്നിട്ട് അതിലും നമ്മൾ 1-2 സ്ഥാനം കിട്ടിയെങ്കിലേ നമുക്ക് മത്സരത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ. 1-2 സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഈ ഡോഗിന് റാങ്കിങ് ഉണ്ട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടോ? ഇല്ല, റാങ്കിങ് ഇല്ല. അത് വെറുതെ പറയുന്നത്, സിനിമക്കാര് തള്ളുന്നതല്ലേ. നമുക്കില്ല, നമ്മുടെ കേരള പോലീസിലെ ഡോഗിന് അങ്ങനെ റാങ്കിങ് ഇല്ല. ആളുകളുടെ പലരുടെയും ധാരണ അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ട് എന്നാണ് കേട്ടോ, സിനിമ കണ്ടിട്ട്. റാങ്കിങ് ഉണ്ട്. അത് എന്നോട് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ ഡോഗ് ഏത് റാങ്കാന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നോണ്ട് പറയാറുണ്ട്, റാങ്കിങ് ഇല്ല, പോലീസിൽ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് തന്നെ ആൾക്കാർ ചോദിക്കുന്നതാണ്. എവിടുന്നാണ് ഈ പോലീസ് നായകളെ തെരഞ്ഞെടുക്കുന്നത്? പോലീസ് നായകളെ തിരഞ്ഞെടുക്കുന്നത് ശരിക്കും ഇപ്പം നമ്മൾ കുറേ കേരളത്തിൽ നിന്ന് സ്പോൺസർഷിപ്പിലൂടെ നമുക്ക് ഡോഗിനെ കിട്ടുന്നുണ്ട്. ചില നല്ല ബ്രീഡർമാർ പോലീസിന് നല്ല ഡോഗിനെ തരുന്നുണ്ട്. പിന്നെ നമ്മൾ അധികം പർച്ചേസ് ചെയ്യുന്നതൊക്കെ രാജസ്ഥാൻ, പഞ്ചാബ്, SSB ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ ഡോഗിനെ പർച്ചേസ് ചെയ്യുന്നത്. അത് നമുക്ക് PHQ നിന്നും സർക്കാരിൽ നിന്നൊക്കെ അനുമതി കിട്ടിയതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് ഡോഗിനെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നു. അതിനൊരു ബോർഡ് ഉണ്ടാവും. നമ്മുടെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഉണ്ടാവും. ഡോക്ടറും പിന്നെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡ് പോയി നോക്കിയിട്ട് പപ്പീനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നു. പിന്നെ കുറേ സ്പോൺസർഷിപ്പിലൂടെ കിട്ടുന്ന ഡോഗുകളും ഉണ്ട്. ഏതൊക്കെ ബ്രീഡിൽ വരുന്ന നായകളെയാണ് സെലക്ട് ചെയ്യുന്നത്? ബ്രീഡ് ബെൽജിയം മൽനോയ്സ് ഉണ്ട്, ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, ഡോബർമാരുണ്ട്, ബീഗിൾ ഉണ്ട്, ജാക്ക് റസൽ ഉണ്ട്, ലാബ്രഡോർ ഉണ്ട്. അങ്ങനെ 10 ടൈപ്പിലുള്ള ഡോഗുകൾ ഇപ്പോൾ കേരള പോലീസിലുണ്ട്. നമുക്ക് ഇന്ത്യൻ ബ്രീഡിനെ ഉപയോഗിക്കാറുണ്ടോ? ഇന്ത്യൻ ബ്രീഡിനെ ഉപയോഗിക്കുന്നുണ്ട്. കന്നിയുണ്ട്, ചിപ്പിപ്പാറയുണ്ട്, രാജവാള എന്ന് പറഞ്ഞ ഡോഗുണ്ട് തമിഴ്നാട്ടില്. ആ ഡോഗുകളെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ലക്നൌവില് ബെസ്റ്റ് ഡോഗിനുള്ള ട്രോഫി മേടിച്ചത് ഇന്ത്യൻ ബ്രീഡാണ്. അത് ട്രാക്കർ ഡോഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യൻ ബ്രീഡിന്റെ എണ്ണം കുറവാണ്. നമ്മൾ കൂടുതലും വിദേശ ബ്രീഡുകളെയാണ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു സ്ലോയാണ് ഇവർ വർക്കൊക്കെ ചെയ്യും, നല്ലപോലെ ചെയ്തോളും. പക്ഷേ നമ്മുടെ മൽനോയ്സിന്റെ അത്രയൊക്കെ ഒരു സ്പീഡ് ഇവർക്കില്ല. ചെയ്യും, ആക്യുറേറ്റ് ആയിട്ട് വർക്കല്ല അവർ നല്ലപോലെ ചെയ്തോളും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേയും കൂടിയൊക്കെ അവരെ ഇങ്ങനെ മെച്ചപ്പെടുത്തി എടുത്താൽ ചിലപ്പം നന്നാവുമായിരിക്കും.